മൈ ഗാഡ്, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ് മാഡം. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ സാന്നിധ്യം എന്റെ ഈ കൊച്ചു പാർട്ടിയിൽ ഉണ്ടാകുമെന്ന്. എന്റെ വിജയാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ക്ഷണിക്കാതെ തന്നെ എത്തിയ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മാഡത്തിന് എന്റെ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. അല്ല, എന്തു പറ്റി? അഖില മാഡത്തിന് മിണ്ടാട്ടൊന്നും ഇല്ലല്ലോ. ഓ, സ്വന്തം ബിസിനസ്സിൽ ഇങ്ങനൊരു തിരിച്ചടി തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇതൊരു ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് മാത്രം, വെറും ഒരു തുടക്കം. ഇപ്പോ ടെക്സ്റ്റൈൽ ടെൻഡർ ഞാൻ ഇങ്ങ് സ്വന്തമാക്കി. ഇനി അങ്ങോട്ട് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കാൽ പതിച്ചിട്ടുള്ള മുഴുവൻ ബിസിനസ്സിലും ഞാൻ അറ്റാക്ക് ചെയ്ത് കയറി ചുവടുറപ്പിക്കും. എന്നിട്ട് വേണം ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓരോരോ ചിറകുകൾ എനിക്ക് മുറിച്ചെടുക്കാൻ. എന്തുപറ്റി? മുറിവേറ്റ പെൺസിംഹം ഗർജിക്കുമെന്ന് കരുതിയിട്ട് ഒരു മൂളൽ പോലും ഇല്ലല്ലോ. ആദ്യത്തെ അടിക്ക് പല്ലു കൊഴിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. അപ്പൊ ഇനി ബാക്കി അടിയൊക്കെ എങ്ങനെ താങ്ങും? ജസ്റ്റ് എ മിനിറ്റ് മാഡം, ഞാൻ ഹയർ ചെയ്ത കോൺട്രാക്ടറാ. സോറി, പണ്ട് നിങ്ങൾക്ക് വേണ്ടിയും അയാൾ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അയാളെ അങ്ങ് പൊക്കി, അത്രേ ഉള്ളൂ. ഹലോ, നമസ്കാരം മാഡം. ഞാൻ കോൺട്രാക്ടർ സന്തോഷ് കുറുപ്പ. പറഞ്ഞോളൂ മിസ്റ്റർ സന്തോഷ്, നമ്മുടെ വർക്ക് എപ്പോഴാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് പറയാനാ മാഡം ഞാൻ വിളിച്ചത്. ബിസിയാണെങ്കിൽ പിന്നെ വിളിക്കാം. ഒട്ടും ബിസിയല്ല, ഞാൻ വളരെ സന്തോഷത്തിലും മനസമാധാനത്തിലുമാണ്. കേൾക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. മിസ്റ്റർ സന്തോഷ് പറഞ്ഞോളൂ. പറയാനുള്ളത് മോശം വാർത്തയാണ് മാഡം. മാഡം പറഞ്ഞ ബഡ്ജറ്റിൽ അത് വർക്കൗട്ട് ആകില്ല. ബഡ്ജറ്റ് കൂട്ടി തന്നാലേ എനിക്ക് ആ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റൂ. വാട്ട്? നിങ്ങൾ എന്തായി പറയുന്നത്? ഇതിനു മുൻപ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഈ ബഡ്ജറ്റിലാണല്ലോ നിങ്ങൾ ചെയ്തു കൊടുത്തത്. ഇപ്പൊ നിങ്ങൾ എന്നോട് ബഡ്ജറ്റ് കൂട്ടി ചോദിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അതിലെന്ത് നീതിയാ ഉള്ളത്? അതുമായിട്ട് ഇതിനെ കൂട്ടി കുഴക്കില്ല മാഡം. അഖിലാണ്ടേശ്വരി മാഡം കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വർക്ക് തരുന്ന, ഒന്നിൽ കുറച്ച് ലാഭം കുറഞ്ഞാലും അടുത്ത വർക്കിൽ എനിക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇപ്പോ നിങ്ങൾക്ക് ഞാൻ ഈ വർക്ക് ചെയ്ത് ഭാവിയിൽ അഖിലാണ്ടേശ്വരി മാഡത്തിന്റെ വർക്ക് മുഴുവൻ എന്റെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് യാതൊരു കോംപ്രമൈസും പറ്റില്ല മാഡം. ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ആദ്യം നമ്മൾ തമ്മിൽ ഒരു ധാരണയാക്കിയതിനു ശേഷം ഞാൻ നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്നെ വിട്ടേക്ക് പ്ലീസ്. എന്നോട് നീ ഒരുപാട് സംസാരിച്ചതല്ലേ? നിന്റെ പരിഹാസം കേട്ട് ഞാൻ തൊലി ഉരിഞ്ഞു നിൽക്കുക, നാണം കെട്ട്. ചിലപ്പോ ഇനിയും എന്നെ അടിക്കാനുള്ള വല്ല വടിയും കിട്ടിയാലോ? നീ ഫോൺ എടുക്ക, കമോൺ. ഹലോ മാഡം, ഞാൻ മാഞ്ഞൂരാനാണ്, റിയൽ എസ്റ്റേറ്റ്. ആ പറഞ്ഞോളൂ മാഞ്ഞൂരാൻ, എന്തായി പ്ലോട്ട് റെഡിയാക്കിയോ? സോറി മാഡം, ആ എമൗണ്ടിൽ മാഡം പറഞ്ഞ ആ സ്ഥലം കിട്ടില്ല.
നിലവിൽ പറഞ്ഞ എമൗണ്ടിന്റെ 30% കൂടി കൊടുക്കാമെങ്കിൽ സംസാരിക്കാന്നാ പാർട്ടി പറയുന്നത്. വാട്ട്? 30% കൂടി അധികം കൊടുക്കാനോ? അതായത് 15 കോടി? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? എനിക്കിപ്പോ മനസ്സിലായി എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ഷണിക്കാതെ ഇങ്ങോട്ട് കയറിയതെന്ന്. യു ഹാവ് എ ഡേർട്ടി പ്ലാൻ. നേർക്ക് നേർ മത്സരിക്കാൻ ഭയന്ന് കുറുക്കു വഴിയിലൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ശ്രമം. യു ആർ റോങ്. ആനന്ദ് ഗ്രൂപ്പിൽ നിന്നും ടെക്സ്റ്റൈൽ ടെൻഡർ നേടാൻ കുറുക്കുവഴി പ്രയോഗിച്ചത് നീ. എന്നും എപ്പോഴും എന്റെ കൂടെയുള്ളവരെ ഭീഷണിപ്പെടുത്തി സ്വന്തം കാര്യം നേടാനാവില്ലെന്ന് നിന്നെ മനസ്സിലാക്കി തരാനാ ഞാൻ ഇപ്പൊ വന്നത്. സംസാരിക്കേ. പുകഴ്പെറ്റ രാജരക്തമോടുന്ന നിന്റെ ഈ ചങ്കിൽ എന്റെ നേരെ നിവർന്നു നിൽക്കാൻ അല്പമെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ സ്പീക്കർ ഓൺ ചെയ്ത് സംസാരിക്കേ. എല്ലാരും കേക്കട്ടെ. Come on. ഹലോ. മാഡം, നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ഒക്കെ ഡൗൺ ആയി മാഡം. കോടികളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. What rubbish are you talking? അതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഷെയർസ് ഡൗൺ ആയത്? What's happening there? അത് നമ്മുടെ ബിസിനസ് മേഖലകളിലെല്ലാം ആനന്ദ് ഗ്രൂപ്പ് എൻ്റർ ആവുന്നുവെന്ന് ഒരു അനൗൺസ്മെന്റ് പുറത്തു വന്നു. അതോടെയാണ് ഡൗൺഫോൾ ആയത്. എന്തു പറ്റി? ആകെ ഒന്ന് വേർത്തല്ലോ പ്രിയങ്ക മാഡം. കുറച്ചു മുൻപ് നീ ചോദിക്കുന്നത് കേട്ടു, സിംഹം എന്താ ഗർജിക്കാത്തതെന്ന്. സാധാരണ സിംഹത്തിന്റെ ഒരു ഗർജനം 7 കിലോമീറ്ററോളം പ്രകമ്പനം കൊള്ളിക്കുന്ന പറച്ചില്. എന്നാൽ അഖിലാണ്ടേശ്വരി ഗർജിച്ചാൽ അത് മുഴങ്ങുന്നത് നിന്നെ പോലുള്ളവരുടെ 7 ജന്മങ്ങളിലേക്കായിരിക്കും. അതുപോലെ സിംഹം ഇര തേടി ഇറങ്ങുന്നത് നീ ഇപ്പൊ ഫോണിൽ സംസാരിച്ച നിസ്സാര ജീവികളായ മുയലിനെയും അണ്ണാങ്കുഞ്ഞിനെയും പിടിക്കാനല്ല. നല്ല പടുകൂറ്റൻ കാട്ടാനെയും കാട്ടുപോത്തിനെയും കാണ്ടാമൃഗത്തെയും പിടിക്കാനാ. മൾട്ടി ക്രോർ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരിയാ ഞാൻ. നീ പിച്ച വെക്കുന്നതേ ഉള്ളൂ. ഈ സിംഹത്തിന് മുന്നിലെ വെറും ഒരു കുറുക്കൻ കുഞ്ഞ്. ലുക്ക്, ലെറ്റ് മീ റിമൈൻഡ് യു സംതിങ് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. നല്ല ബിസിനസ് നടത്തണമെങ്കിൽ ആദ്യം കള്ളവും ചതിയും അല്ല പഠിക്കേണ്ടത്, അനുഭവജ്ഞാനോ. എക്സ്പീരിയൻസ് മേക്സ് എവറിത്തിങ് പെർഫെക്റ്റ്. നീ അല്പം കൂടി വളർന്നിട്ട് വന്നാ മതി. ഫീസ് ഇല്ലാതെ ഞാൻ അല്പം ട്യൂഷൻ തരാം.
അനിയൻകുട്ടാ, അനിയൻകുട്ടാ, എന്താ അനിയൻകുട്ടാ എഴുന്നേക്ക്. എന്താ ആ, ദാ അവിടെ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നു. ആ ഷൺമുഖം വെളിയിൽ വന്നിട്ടുണ്ട്. ഷൺമുഖനോ? അയ്യോ എനിക്ക് പേടിയൊന്നു ചേച്ചി. അച്ഛനും ഇല്ലല്ലോ. പതുക്കെ. വാ. കാണാനും പറ്റുന്നില്ലല്ലോ. നീ വാ. അയ്യോ ചേച്ചി, കഥവ് തുറക്കണ്ട, എനിക്ക് പേടിയാ. തുറന്നേ പറ്റൂ, അല്ലെങ്കിൽ അയാൾ കഥക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറും. അയ്യോ അച്ഛൻ. എന്താ ഇത് കത്തിയൊക്കെ ആയിട്ട്? രണ്ടുപേരും നന്നേ പേടിച്ചപ്പെട്ടുണ്ടല്ലോ. ആരെയും പേടിക്കാതെ ഉറങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു തൃച്ചംബരത്ത്. ഇന്ന് നിഴലിനെ കൂടി പേടിയാ ഞങ്ങൾക്ക്. അച്ഛൻ പോയി കൈ കഴുക, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ ഇങ്ങോട്ട് വന്നേ. എന്താ അച്ഛാ? ഞാൻ ചോദിക്കുന്നതിന് സത്യം വേണം മറുപടി പറയാൻ. എന്ത് സത്യം? അവൾ ഇന്ന് വലിയ കുഞ്ഞിനെ ഈ ഫോണിൽ വിളിച്ചിരുന്നു. ഞാനിതിവിടെ മറന്നുപോയി, അതാ ചോദിക്കുന്നത്. ചേച്ചി ആരെയും ഫോണിലൊന്നും വിളിച്ചില്ല അച്ഛാ, ഞാൻ കണ്ടില്ല. ചേച്ചി അനിയനും കൂടി ചേർന്ന് എന്നെ പറ്റിക്കാൻ നോക്കരുത്. പിടിച്ചെന്ന് നാളെ എങ്ങാനും ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ. അമ്മയാണ് സത്യം. ചേച്ചി ആരെയും ഫോണിൽ വിളിച്ചില്ല. ഞാൻ പറയുന്ന അച്ഛന് വിശ്വസിക്കാം. ശരി, നീ അമ്മയെ കൊണ്ട് ആണയിട്ടത് കൊണ്ട് ഞാൻ വിശ്വസിക്കാം. ചേച്ചി വിളിച്ചില്ല, പക്ഷെ വലിയോഞ്ഞ് ഇങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു. വലിയ കുഞ്ഞ് ഇങ്ങോട്ട് ഫോൺ ചെയ്തു? എപ്പോ? ഉച്ചയ്ക്ക് ശേഷം. ഷർട്ടിൽ കിടന്ന അച്ഛന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഞാനെടുത്ത് നോക്കിയപ്പോ വലിയ കുഞ്ഞായിരുന്നു ഫോണില്. അത് ശരി. എന്നിട്ടാണല്ലേ നീ ഫോൺ ചെയ്തില്ല എന്ന് അമ്മയെ കൊണ്ട് കള്ളസത്യം ചെയ്തത്? അയ്യോ അച്ഛൻ, ഞാൻ കള്ളസത്യം ചെയ്തില്ല. വലിയ കുഞ്ഞ് ഫോൺ ചെയ്തതൊക്കെ ശരി തന്നെയാ, പക്ഷെ ചേച്ചി അത് ഓണാക്കി സംസാരിച്ചില്ല. വലിയ കുഞ്ഞ് ഫോൺ ചെയ്തിട്ടും അവള് സംസാരിച്ചില്ലേ? ഇല്ല, ഞാൻ ഒരുപാട് പ്രാവശ്യം നിർബന്ധിച്ച് പറഞ്ഞു, പക്ഷെ ചേച്ചി സംസാരിച്ചില്ല. എനിക്ക് എന്റെ അച്ഛന്റെ ജീവനാണ് വലുതെന്നും പറഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു. അതുമാത്രല്ല അച്ഛാ, ഞാനും ചേച്ചി രാവിലെ കടയിൽ പോയിട്ട് വന്നപ്പോഴേ വഴിയിൽ വെച്ച് വലിയ കുഞ്ഞിനെ നേരിട്ട് കണ്ടതാ. പക്ഷെ വലിയ കുഞ്ഞ് എത്ര വിളിച്ചിട്ട് നിൽക്കാതെ എന്നെയും പിടിച്ച് വലിച്ചോണ്ട് ചേച്ചി ഓടിക്കളഞ്ഞു. വലിയ കുഞ്ഞ് പിന്നാലെ വന്നപ്പോ ആ ടയറ് കടയിൽ കയറി ഞങ്ങൾ ഒളിച്ചിരുന്നു. വലിയ കുഞ്ഞ് പോയ പിന്നെയാ ഞങ്ങൾ പുറത്തിറങ്ങിയത്. അച്ഛാ, ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ട്.
മോളെ ഇവൻ പറയുന്നത് മുഴുവൻ സത്യമാണ്. കല്യാണി അച്ഛനൊരു വാക്ക് തന്നിട്ടുണ്ട്. ചങ്കിൽ തട്ടിത്തന്ന ഒരു വാക്ക്. ആ വാക്ക് തെറ്റണമെങ്കിൽ ഈ ചങ്ക് പൊട്ടണം. അച്ഛൻ എന്നെ വിശ്വസിക്കാം. ഒരു നേരെങ്കിലും ഈ മുഖമൊന്ന് കാണാതെ, ആ ശബ്ദമൊന്ന് കേൾക്കാതെ എനിക്ക് ജീവിക്കാനാവില്ല വലിയ. ചിലത് നഷ്ടപ്പെടുമ്പോഴാ ആ ഇഷ്ടങ്ങൾക്ക് എന്തുമാത്രം ആഴം ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന് കാണണമെന്ന് തോന്നി, വന്നു. ഇതേ തരാനുള്ളൂ. ഇനി പോവാം. കല്യാണി,
കല്യാണി വന്നിരുന്നല്ലോ. ഇപ്പൊ എവിടെ പോയി?